ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോക്സ്റ്റാർ വൈറ്റി എയ്ഡൻ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡൂത്ത് ശ്വാസൻ്റെ ഗെയിമാണ്. നമ്മളിന്ന് റിച്ചിയെ സേവ് ചെയ്യാൻ പോവാണ്. റിച്ചി മറ്റേ ജിമ്മി അല്ല, റിച്ചി. എനിക്കൊരു തെറ്റ് പറ്റിയാണ്. റിച്ചിനെ ജയിലിൽ നിന്ന് സേവ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം അതിനകത്തൊരു മിഷനുണ്ട്. ആ മിഷൻ ഭയങ്കര പാടാണ്. അതിന് വേണ്ടിയാണ് പൈസ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റിച്ചിനെ ചെയ്യാൻ പോകാം. ഗൈസ്, എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യത്തില്ലെന്ന് അറിയാം, ആ ലൈക്കും സബ്സ്ക്രൈബും എങ്കിലും ഒന്ന് ചെയ്താൽ മതി. നമുക്ക് നേരെ റിച്ചിനെ ചെയ്യാൻ പോവേ. നമ്മുടെ കൂടെ നമ്മളൊരു കൂട്ടുകാരനുണ്ട്, രോഹൻ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ. ഹലോ ഗായ്സ്. അയ്യോ, നമുക്ക് പോലീസ് സ്റ്റേഷൻ ഇതുവഴിയല്ലല്ലോ ഗൈസ്. ഞാൻ ഇച്ചിരി സൗണ്ട് വെക്കാവേ. അല്ല, എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കത്തില്ല. പോലീസ് സ്റ്റേഷൻ അല്ലല്ല, ഞാൻ അതുവഴി ചെന്ന് കയറുന്ന. ഇവിടെ ഈ സൈഡിൽ പോലീസ് സ്റ്റേഷനുണ്ട്. നമുക്ക് ആദ്യം റിച്ചിനോടൊന്ന് സംസാരിച്ച് നോക്കാവേ. നമ്മുടെ സെഡാൻ സിറ്റി എന്നാണ് ഈ കാറിൻ്റെ പേര്. അത് ഈ ഗെയിമിനകത്ത് മറ്റേ സുപ്രയൊക്കെ ഉണ്ട്. സുപ്രയുടെ പേര് സൊയാറ്റോ ടുപ്ര എന്നൊക്കെ ഇതിനകത്താണ്. ശരിക്കും ടൊയാറ്റോ സുപ്ര അല്ലേ, ഇതിനകത്ത് സൊയാറ്റോ ടുപ്രയാണ്. അതാണ് റിച്ചി. ഇവിടെ ഇപ്പോൾ ഡേ ആക്കാവേ. ഇപ്പോൾ നൈറ്റ് ആകാറായിരുന്നു. ഡേ ആക്കി, അതുകൊണ്ടോ ഡേ ആയി. ഓക്കെ ഗായ്സ്, നമ്മൾ പറിച്ചിട്ട് ഇനി ഒരു കഥ പറയുവേ. എന്നടാ പോയത് കൊടുത്ത് ഞാൻ കഥ പറയുക. അവൻ ബാഗിൽ അവൻ്റെ കൂട്ടുകാരനുമായിട്ട് കൊള്ളയടിച്ചു. അങ്ങനെ അവരൊരു കാറയിലായിരുന്നു വന്നത്. നമ്മൾ കാറ് കയറുമ്പോഴേ പോലീസുകാരന്മാരോ ആരാണ്ടൊക്കെ ടയർ കൂട്ടിക്കൊണ്ടൊന്ന് പോയി. അപ്പോൾ പിന്നെ അവന്മാരെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അത് നമ്മുടെ വണ്ടിയല്ലേ? അല്ല, അപ്പോൾ പണ്ട് കളിച്ച അങ്ങനെ വന്നപ്പോൾ ഇവർ ബൈക്കുണ്ട്. അപ്പോൾ അവർക്ക് ബൈക്കിൽ പോകാൻ തോന്നി. അപ്പോൾ ബൈക്കിൽ ചേട്ടനെ താഴെ ഇട്ടു. കാരണം പോയി മണ്ടയ്ക്കൊരു ഹെലികോപ്റ്റർ വരും. ഇപ്പോൾ ഒരു പോലീസ് വന്നു. ഇവർ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ജമ്മിങ്ങിൻ്റെ ഒരു സാധനം വരും. എന്നിട്ട് ഹെലികോപ്റ്ററും വന്നു. അതിനകത്തിരിക്കുന്ന ചാടെന്ന് പറഞ്ഞ വിളിയാണ്. ഈ ബാക്കിൽ ഇരുന്നവൻ അതാ കയറിയെങ്കിലും അതേ ചാടി. അല്ല, മറ്റേ ആ ബൈക്കിൽ പോകുന്നത് കേട്ടോ റിച്ചി. അപ്പോൾ റിച്ചി അങ്ങ് രക്ഷപ്പെടുമെന്ന് വെച്ചിട്ടാന്ന് തോന്നും. റിച്ചി അങ്ങ് ചിലപ്പോൾ ഷോ കാണിച്ച് തന്നതും പോലീസുകാരുടെ അടുക്കിലോട്ട്. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് അങ്ങനെ പോലീസ് എൻ്റെ ഒരു ഫ്രണ്ട് കിരൺ എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് നമ്മൾ മിഷൻസൊക്കെ ചെയ്യണം, എന്നാലേ ഒരു ചിലം പിടിക്കണം. മനസ്സിലായല്ലോ. അയ്യോ ഇല്ലേ, അറിയാതെ അങ്ങോട്ട് തന്നെ മേടിച്ചു. അപ്പോൾ ഞാൻ കിരണിൻ്റെ വീട്ടിലോട്ട് ആ കിരണിൻ്റെ വീട്ടിൻ്റെ വഴി എനിക്കറിയാം. ഇതാണ്ട് നമ്മുടെ വണ്ടി. ഓക്കെ ഗായ്സ്, നമുക്ക് പോവാം. നമ്മൾ പാർട്ടായിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അല്ലെ വലിയ ലോങ്ങായി പോകും. പിടിച്ചാൽ കാക്കയോ? അയ്യോ, എത്ര ഒന്നാണ് ഗായ്സ്. ഇവിടെ ഒരു 20-25 കാക്ക ഒരുമിച്ച് ഇവിടെ വന്ന് ഇവൻ്റെ അമ്മയ്ക്ക് തീ എന്നാണ്ടൊക്കെ അങ്ങോട്ട് വലിച്ചു കയറി എറിഞ്ഞപ്പോൾ വന്നു. അവിടെ നിങ്ങളൊരു സൈഡിലൊരു സാധനം കണ്ടോ? അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് അല്ലെങ്കിൽ വഴി അറിയാം. അവനെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ്. നീ ഓടാം.
ഡൂഡ് ബോൾട്ട് ഇട്ടില്ലേ? ഒരു ബുഗാട്ടി കണ്ടായിരുന്നു. ഓക്കെ സെറ്റ്. സ്പേസ് വിടല്ലേ, നല്ല സ്പീഡായില്ലേ. അപ്പോൾ ജമ്പ് ചെയ്യുമ്പോൾ കുറേ 3 ഗ്രാവിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അവനെടുക്കുന്നത് കറക്റ്റ് അവൻ്റെ വായിലോട്ട്. ഓ ഗായ്സ്, അവൻ്റെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ബാക്കി ഇവൻ്റെ ഒരു കാറുണ്ട്. ആ കാർ നമുക്ക് എത്തുന്നത് ഇപ്പം റിച്ചിനെ സേവ് ചെയ്താൽ നമ്മളെന്താ കാർ എടുത്തോണ്ട് തന്നെ. അല്ല റിച്ചിനെ സേവ് ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് നല്ല കാർ. ജസ്റ്റ് വിസൻ്റെ കാലകൂടെ കയറി അരഞ്ഞേനെ. അത് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. ആ ഡൂഡ് ബോൾട്ട് ഇട്ടുകൊണ്ട് അങ്ങ് ഓടിപ്പോകുന്നതാണ്. അതെ, കാർ ഷോപ്പ് ഉണ്ടോ അവിടെ? നീ പൈസ തരുമോ? അത്ര പൈസ ഉണ്ടോ റിച്ചിനെ സേവ് ചെയ്യാൻ? അത്രയും പൈസ $3000 ഉണ്ട്. ആ $3000 നമുക്ക് അവന് കൊടുക്കേണ്ടതാണ്, നമ്മുടെ കിരളിന്. അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ്. അല്ലെ വീഡിയോ വരങ്ങല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു കുറേ ദിവസം എടുത്ത് ഉണ്ടാക്കി വെച്ചേക്കാണ്. സൂപ്പറായി സൂപ്പറായത് അതുപോലെ ആയിരിക്കും. സൂപ്പറല്ല കാർ. ബ്രിങ് കാർ ഫ്രം ബിഹൈൻഡ് ദ പോലീസ് സ്റ്റേഷൻ. നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ പുറകിൽ കിരണിൻ്റെ ഒരു കാർ അവിടെ ഇട്ട് കിടക്കുകയാണ്. അവൻ വന്നപ്പോൾ അവൻ ഇങ്ങോട്ട് ചെന്നിട്ട് എങ്ങാണ്ട് കിരളിനെ മറ്റേ റിച്ചിനെ എങ്ങാണ്ട് കാണാൻ വന്നതാണ്. റിച്ചിനെ കാണാൻ വന്നപ്പോൾ അവൻ്റെ കാർ ഇവിടെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ അവനെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകാം. അവൻ്റെ വീട്ടിലൂടെ അടുത്താണോ വേറെ കാര്യം. നമ്പർ പ്ലേറ്റ് ഒക്കെ വേണം. സ്ലാബ് 420 സ്ലാബ് അതൊക്കെ ഉണ്ടോ? അവിടെ മോഡിഫിക്കേഷൻ ചെയ്യാനോ വേണ്ട. അവൻ്റെ കാറില്ല, അവൻ ചെയ്യും. ഫംഗ്ഷൻ ചെയ്തിട്ട് നമ്മൾ കാർ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുക നമുക്ക് നടക്കാം. ഈ വീഡിയോയ്ക്ക് ഒരു കുറച്ച് വ്യൂസെങ്കിലും കിട്ടിയാൽ മതി. ഒരു 100 വ്യൂസെങ്കിലും എന്താ കാശ്? 100 വ്യൂസെങ്കിലും മതി. 100 വ്യൂസ് മതി. ഞാൻ അടുത്ത പാർട്ടിടാം. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത പാർട്ടിട്ട് വന്നാലും നമുക്ക് ചെയ്യുന്നതിനൊരു പരിധി വേണം. നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ കാശ്? 128 അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഗായ്സ് നമ്മൾ റേസ് ചെയ്യണേ. ഇവൻ്റെ റെക്കോർഡ് പൊട്ടിക്കണം. റേസ് ചെയ്ത് ഇവൻ്റെ ഇങ്ങോട്ട് തന്നെ ഇടണം. ഇതിലവിടെ കണ്ടോ കൺട്രോൾ ഇല്ലാത്തൊരു പന്ന വണ്ടി വേണ്ട. നേരെ അവിടെ ലെഫ്റ്റ് തക്ക സമയം പിന്നെ ലെഫ്റ്റാണ്. കറക്റ്റ് 80 സെക്കൻഡ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ ജയിക്കുന്നതേ ഉള്ളൂ. ഇടിച്ച് നിന്നാൽ പിന്നെ സമയം പോകുറപ്പം. പിന്നെ ഇതൊക്കെ സ്കിഡാവോ? ഞാൻ അങ്ങനെയൊക്കെ ഒരു കൺട്രോൾ ഇല്ലാത്ത വണ്ടികളാണ് കഴിച്ചിരുന്നത്. പിന്നെ ബസ്സുണ്ട് ഇവിടെ ചാർത്ത് വെച്ചിരിക്കുന്നു. അവിടെ റോഡിൽ നിന്നൊക്കെ ചാടി വരുന്നു ബസ്. ഇതായി വണ്ടിക്ക് ഒരു കൺട്രോളില്ല ഗായ്സ്. ഇവിടെ ഇങ്ങോട്ട് ലെഫ്റ്റ് വന്നു. ആണോ നമ്മളെന്നി ഇതുവഴിയൊക്കെ പോണേ? ഇനി നേരെ പോകണം. അല്ലെ ചാടിയ പിന്നെ നമ്മൾ എങ്ങാനും ഇടിച്ച് ചെയ്യുന്നാൽ പിന്നെ നേരെ ആവാൻ കാണാം. അങ്ങനെ നമുക്ക് വഴി അറിയാം. ഇവിടെ വളയുമ്പോൾ വെടിയൊക്കെ വളരണം. യെസ് ഗായ്സ്, നമ്മൾ അങ്ങനെ മറ്റേ കിരളിൻ്റെ നമ്മൾ ജയിച്ചിട്ടുണ്ട്.
അതിൻ്റെ റെക്കോർഡ് പിടിച്ചിരുന്ന നമ്മൾ അടുത്ത മിഷനിലോട്ട് പോവാം. ഗൈസ് നമ്മൾ $500 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് നമുക്കൊരു 3 ഹാക്കിംഗ് ഡിവൈസ് വേണം. മറ്റേ ജയിലിൻ്റെ കമ്പി വളയ്ക്കാൻ വേണ്ടി ഹാക്കിംഗ് ഡിവൈസ് വേണം. അപ്പോൾ ഹാക്കിംഗ് ഡിവൈസ് നമ്മൾ കണ്ടുപിടിക്കണം. എൻ്റെ കുറച്ചൊക്കെ സ്ഥലം എനിക്ക് അറിയാം ഗൈസ്. നമുക്കപ്പോൾ നേരെ പോവാം. 3 ഹാക്കിംഗ് ഡിവൈസ് ഉണ്ട്. ഫസ്റ്റ് ഒന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ട്. പോലീസ് സ്റ്റേഷൻ പുറകില്ല. ഡിവൈസാണ് പുറകെ ഒന്ന് നമ്മുടെ ഇവിടെ പുറകെ കിടപ്പുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ. അപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ട് പോകാം. ഡ്രിഫ്റ്റ് സ്കിഡല്ലേ ഡ്രിഫ്റ്റ്. സ്കിഡ് പറയാം. കേട്ടോ നല്ല ശബ്ദമുണ്ട്. മറ്റേ അഭിപ്രായമൊക്കെ ചെയ്താൽ സെയിം. ജനലോ? അത് ജനലാണോ? നീ എന്ന് പറയും ഉണ്ടായിരുന്നേ. ഓക്കെ ഇതിനകത്ത് കയറി നല്ല സാധനം പോയത് അത് ടയർ. എവിടെ ആണോ ഇവിടെ ഒരു ഇതോടെ പോകുന്നുണ്ട്. ഒരെണ്ണം അപ്പോൾ കളിക്കടായി സേവ് ചെയ്തേക്കാം. ലീവ് അല്ല പിന്നെ ഇനാവും. അടുത്ത് നമ്മുടെ ജാക്കിൻ്റെ വീടിൻ്റെ സൈഡിൽ കിടപ്പുണ്ട്. ഒരു വീട്ടിൽ കിടപ്പുണ്ട്. അത് നമുക്ക് എടുക്കാം. അതാണ് സിറ്റി എത്താൻ ടൗണെത്താൻ ഇതൊരു അറിയപ്പെടും. അപ്പോൾ ടൗണെത്തി ടൗണിലോട്ട് കയറിയിട്ട് വന്നാൽ ടൗണാണോ ഗൈസ്? എനിക്കറിയില്ല. നമ്മുടെ റിച്ചിൻ്റെ വീടല്ലല്ലോ, ജാക്കിൻ്റെ വീട് ഈ പരിസരത്തെങ്ങാണ്. ഈ വീട്ടിൽ വണ്ടി ഫ്രണ്ട് കിടക്കുന്ന വീട്ടിൽ നമ്മളെ ഒരു സാധനമുണ്ട്. ഉണ്ടാകുന്നതാണ്. അത് പണ്ട് കളിച്ച് ഓർമ്മ പറയുകയാണ്. കാണല്ലേ എവിടെ കാണുന്നുണ്ടല്ലോട്ടെ. പക്ഷെ ഇവിടെ കാണേണ്ടതാണ്. രണ്ടെണ്ണം നോക്കിയാൽ ഞാനിങ്ങോട്ട് കയറിയപ്പോൾ സാധനം ഉണ്ടത് കണ്ടോ. നമ്മൾ രണ്ടെണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കാരണം ഡൂഡ് ബോൾഡ് ആയതുകൊണ്ട് എളുപ്പം നമുക്ക് പോകും. ഇനി നമുക്ക് ഒരെണ്ണം ഇച്ചിരി ദൂരെ പോകണം. ഇച്ചിരി പോകണം. എന്നാലും നോക്കാം. നമ്മൾ മാപ്പ് ഇടേണ്ടി വരും. ഒരു മോട്ടലിലാണത്. അത് വേറെ പോകാതെ അല്ലല്ല സ്ഥലം വേറെ. അവിടെ ഓക്കെ. അവിടെ അല്ല ദൂരെ മോട്ടലിലവിടെ ഹൈ സ്പീഡ് കിട്ടും. അല്ല നമ്മുടെ ഹൈവേ കൂടെ ആണ് നമ്മൾ പോകുന്നത്. ഹൈ സ്പീഡാണ്. പെട്ടെന്ന് എത്തൂലേ. ഹൈ സ്പീഡല്ലടാ നൈട്രോ. എൻ്റെ ദൈവമേ എന്നാ കഷ്ടം. അവിടെ ബ്രേക്ക് ബ്രേക്ക്. എൻ്റെ ദൈവമേ കാര്യം കണ്ടോ. ഇതെന്തോ ഇങ്ങനെ അയ്യോ അവസ്ഥ ഇതല്ലേ. എന്താ വായുവിടെ കൂടെ കറങ്ങുന്നു. എടാ ഇത് എന്നാടാ ഇങ്ങനത്തെ കാറ്? എന്തായാലും ഇവിടെ തന്നെ ഹൈവേയിലോട്ട് കയറാം. ഓടിച്ചാടി കയറിയ മതിയേ. നമുക്ക് ബോട്ടേ ചുമ്മാ കഴിഞ്ഞിട്ടാ. ഇവിടുന്ന് ഏതെങ്കിലും ഒരു സ്ലോ മോഷനിട്ടൊരു കാർ എടുക്കാം. ഫയറസ്റ്റ്. അയ്യോ എടുക്കാൻ പറ്റുമോ? അത് നമ്മൾ ഇടിക്കാഞ്ഞ കാര്യം. അതുകൊണ്ട് ഒരു ജീവാനം കിടപ്പുണ്ട്. ജീമാമൻ അറിയാമോ? ജീമാമനെ അപ്പുറത്തെ ഉള്ള രവളൻ്റെ മോന.
അവനും ഉണ്ട് നമ്മുടെ കൂടെ വണ്ടി ഓടിക്കുന്ന ആള്. ആ ഇതിനകത്തെ ഗെയിമിലെ ആൾക്കാരൊക്കെ ഉണ്ട്. അതിന് നൈട്രോ ഇല്ല പെട്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ആ മോട്ടൽ ആംബുലൻസ് ആണോ അത്? ഫയർ എഞ്ചിൻ. പന്നക്കാർ അതിന് സമയം കളയാൻ വേണ്ടി അങ്ങോട്ട് വീല്ല അങ്ങോട്ട് വീല്ല. ഓ ജസ്റ്റ് ഹൈവേ കയറി നിന്നാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എന്തായാലും വരും, അത് ഉറപ്പാണ്. ഒന്ന് ഡേ ആക്കി ഉമ്മ എന്നാൽ ഓടി സൂപ്പറല്ലേ പോയത് ഗൈസ്. നമ്മൾ ഇങ്ങോട്ടല്ലേ പോകണ്ടേ? ഇങ്ങോട്ടാണോ എങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നമുക്കൊരു വണ്ടി അങ്ങ് ഓർഡർ ചെയ്യാം ഗൈസ്. ആട് കണ്ടെങ്കിലോ ആട് കണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരാവേ ഗായ്സ്. എൻ്റെ 1000 രൂപ പോയി ഗായ്സ്. $1200 പോയി. എൻ്റെ ദൈവമേ, ഇന്ന് മണ്ടത്ര കാണിച്ചേ ഗായ്സ്. അല്ലാത്തപ്പോൾ ഇതിങ്ങനെ ആട് കണ്ടെടുക്കാൻ പറ്റുന്നതോ അതുകൊണ്ട് തന്നെ ഇത്ര പൈസ ഞാൻ അവിടുത്തെ ആട് കണ്ടെടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ ചുമ്മാ വന്ന് ഞെക്കിയതാ. പോട്ടെ, ഇത്ര $3,000 ഈ 3000 ഉണ്ടാക്കണ്ടേ എനിക്ക്? BMW ആണ്, അത് വേറെ കാര്യം. BMW അതിന് ഞാൻ ഇന്നലെ പോയപ്പോൾ BMW നമ്മൾ സ്ഥലത്തോട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ജസ്റ്റ് ഇപ്പം എൻ്റെ $1200 വെള്ളത്തിൽ ആയാലും വെള്ളത്തിൽ താണ്ട് മോട്ടൽ ഈ സൈഡിലാണ്. എന്നെ ഈച്ചേ കാക്കേ പിന്നെ പോകാം. എൻ്റെ ദൈവമേ ഗൈസ്, ഇങ്ങനെയൊക്കെ എവിടെ കിട്ടുവേ? താണ്ട് ഒരു സൂപ്പർ കിടക്കുന്നു. അവനെടുത്തോണ്ട് അത് എൻ്റെ ഞാൻ സ്വന്തമാക്കേണ്ട സൂപ്പറായിരുന്നു. ഗൈസ് നമ്മുടെ സാധനം ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ സൂപ്പറായല്ലേ, എല്ലാവരുടെയും സൂപ്പറായ. ഓക്കെ BMW ആളറിഞ്ഞ് കളിക്കടാ, താരത്തിൽ പോയിക്കൊള്ളില്ല. നമ്മളിപ്പോൾ നേരെ 3 കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ കിരണിൻ്റെ വീട്ടിലോട്ട് പോകണം. കിരണേ പിന്നെ കാണാതെ എവിടാ? അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ്. അയ്യോ ഗൈസ് ഒട്ടാ ഇവിടെ നിന്ന് കളിച്ചാൽ മതി കേട്ടോടാ. നമുക്ക് ഇവിടെ സൂപ്പറാണ്, ടാക്കണോ? എടാ ഇത് ഫുട്ബോളല്ല. നമ്മൾ കീഴിൽ കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് ഇച്ചിരി പൈസ കിട്ടണം. അപ്പോൾ നമ്മൾ BMW ആയി വിൽക്കാൻ. പക്ഷേ അത്ര രൂപയൊന്നും $1200 ഒന്നും കിട്ടത്തില്ല, അത് വേറെ കാര്യം. 100 രൂപയോ? 100 രൂപ കൂടുതലാണ് കിട്ടും. ഇതെന്താ ഇങ്ങനെ? എല്ലാ വണ്ടികളും എങ്ങനെയാ പൊട്ട പറന്നു? ബാക്കിയുള്ളവരെ എടുക്കുന്ന ഒരു വണ്ടിയൊക്കെ നേരെയാവും അല്ലേ? നമ്മള് പോലീസ് സ്റ്റേഷൻ എടുക്കലായോ? നമ്മൾ ഇങ്ങോട്ട് വീല് അങ്ങോട്ട് വീല് ടയർ പഞ്ചറാവും. ലാക്കുണ്ടേ ഒരു പന്ന ഗെയിമാണ് ഗൈസ്. കാറിന് ബൈക്കിന് ഒരു കുന്ത്രാണത്തിന് ഒരു കൺട്രോൾ പോലും ഇല്ല. ബാക്കിയല്ല അതിന് എന്താ ഉണ്ട്.
അവരതിനകത്ത് എന്തൊക്കെ ഇറക്കുന്നു. കൊണ്ടങ്ങ് വിറ്റാൽ മതിയായിരുന്നു എനിക്ക്. ഉണ്ടോ ഒരു ചെറിയൊരു ചാട്ട വാങ്ങും വണ്ടിക്ക്. നമുക്കിനി മോഡിഫിക്കേഷൻ ചെയ്യണം. മോഡിഫിക്കേഷൻ പിന്നെ എൻ്റെ പൈസ ഒന്നാമത് എടുത്ത് കളഞ്ഞേ. $100 മടക്കിയാന്നില്ല എൻ്റെ മോൻ്റെ അടിക്കാൻ പഠിക്കും. എന്റെ ദൈവമേ വീണ്ടും വിളിക്കും. വെയിറ്റ് ചെയ്യാം. നീ ചോദിക്കാൻ തോന്നും ഒറ്റ പേര് ഫോൺ വെച്ചിട്ട് ഗായ്സ് ഒറ്റ മിനിറ്റ്. പോയി ഉള്ള നേരക്ക് വീട്ടിലോട്ട് പോകണം. ഓക്കെ അല്ലാതെ BMW ഇട്ട് എനിക്ക് അത്ര $100 കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കൂട്ടുകാരോടെല്ലാം അടുത്ത വിഷയം ഉള്ളപ്പോൾ അടുത്ത എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് അറിയുന്നു. എല്ലാവരും ഞാൻ പറഞ്ഞ അത്രയും വ്യൂസ് തരിക, ലൈക്ക് തരിക, ഷെയർ ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.